Okay, fifth module, topics covered, just introduction, then circuit breaker, and then operating principle, then arc phenomenon, then principles of arc extension, then methods of arc interruption or arc extension or quenching. Okay. Okay, first that is circuit breaker ആണ്. A circuit breaker can make or break a circuit either manually or automatically under all conditions. That is no load, full load and short circuit conditions. അതായത് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർ ഓൾ കണ്ടീഷൻസിൽ നമ്മുടെ സർക്യൂട്ടിനെ മാനുവലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർക്യൂട്ടിനെ മേക്ക് ഓർ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അണ്ടർ ഓൾ കണ്ടീഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അതായത് നോ ലോഡ്, ഫുൾ ലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻസ്. ഏത് കണ്ടീഷൻസ് ആയാലും നമ്മുടെ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലി നമ്മുടെ സർക്യൂട്ടിനെ മേക്ക് ഓർ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഓപ്പൺ ഓർ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്തിട്ട്. This characteristics of the circuit breaker has made it very useful equipment for switching and protection of various parts of the power system. ഇപ്പം മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം സർക്യൂട്ട് ബ്രേക്കറിന് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ പവർ സിസ്റ്റത്തിന്റെ വേരിയസ് പാർട്സിന്റെ സ്വിച്ചിങ് ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും സർക്യൂട്ട് ബ്രേക്കറിനെ യൂസ് ചെയ്യുന്നത്. A circuit breaker is a piece of equipment which can, first one that is, make or break a circuit either manually or by remote control under normal conditions. ഓക്കെ, നോർമൽ കണ്ടീഷൻസിൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും പറ്റും, മാനുവലി ഓർ റിമോട്ട് കൺട്രോൾ. ദെൻ സെക്കൻഡ്, മേക്ക് എ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഫോൾട്ട് കണ്ടീഷൻസ്. അപ്പം ഫോൾട്ട് കണ്ടീഷൻസ് ഒക്കെ പെട്ടെന്ന് ഫോൾട്ട് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. മേക്ക് എ സർക്യൂട്ട് either manually or by remote control under fault conditions. ഫോൾട്ട് കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ടിനെ മേക്ക് ചെയ്യണ്ടേ. സോ മേക്ക് ചെയ്യാനും നമ്മുടെ സർക്യൂട്ടിനെ മേക്ക് ചെയ്യാനും മാനുവലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മേക്ക് ചെയ്യാനും പറ്റും. ദെൻ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. A circuit breaker essentially consisting of fixed and moving contacts called electrodes. Under normal operating conditions, these contacts remains closed and will not open automatically until and unless the system becomes faulty. Of course, the contacts can be opened manually or by remote control whenever desired. ഇപ്പം സർക്യൂട്ട് ബ്രേക്കറിൽ രണ്ട് കോണ്ടാക്ട്സ് ഉണ്ട്. ഫസ്റ്റ് ദാറ്റ് ഇസ് ഫിക്സഡ് കോണ്ടാക്ട്, സെക്കൻഡ് മൂവിങ് കോണ്ടാക്ട്. അപ്പൊ ഈ ഫിക്സഡ് കോണ്ടാക്ട് സർക്യൂട്ട് ബ്രേക്കറിൽ രണ്ട് കോണ്ടാക്ട്സ് ഉണ്ട്, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അണ്ടർ നോർമൽ കണ്ടീഷൻസിൽ ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്ട്സും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കറിൽ രണ്ട് കോണ്ടാക്ട്സ് ഉണ്ട്, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. നോർമൽ കണ്ടീഷൻസിൽ, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ ഈ രണ്ട് കോണ്ടാക്ട്സും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഫോൾട്ട് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ കോണ്ടാക്ട്സ് എന്താ ചെയ്യും? ഓപ്പൺ ആവും. When a fault occur on any part of the system, the trip coil of the circuit breaker get energized and the moving contacts are pulled apart by some mechanism, thus opening the circuit. നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോൾ നമ്മുടെ ട്രിപ്പ് കോയിൽ, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൽ ട്രിപ്പ് കോയിൽ എനർജൈസ് ചെയ്യും ആൻഡ് നമ്മുടെ മൂവിങ് കോയിൽ പുള്ള് ചെയ്യും, അകത്തേക്ക് പുള്ള് ചെയ്ത് പോകും. ഓക്കെ, അപ്പം എന്താ, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൽ ട്രിപ്പ് കോയിൽ എനർജൈസ് ചെയ്യും, മൂവിങ് കോയിൽ അകത്തേക്ക് പുള്ള് ചെയ്ത് പോകും. സോ ഈ ട്രിപ്പ് കോയിലും നമ്മുടെ മൂവിങ് കോയിലും തമ്മിൽ ഒരു മെക്കാനിക്കലി ഒരു മാഗ്നറ്റിക്കലി കണക്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ കോണ്ടാക്ട്സ് ഓപ്പൺ ആയിട്ട് നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആകും. ഓക്കെ, next, when the contacts of a circuit breaker are separated under fault conditions, an arc is struck between them. The current is thus able to continue until the discharge ceases. അതായത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൽ എന്തെങ്കിലും ഫോൾട്ട് കണ്ടീഷൻസ് വരുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൽ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതായത് മൂവിങ് കോയിൽ പുൾ ചെയ്ത് അകത്തേക്ക് പോകും. ഇപ്പം മൂവിങ് കോയിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈ വോൾട്ടേജ് ആയിരിക്കും, സോ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ എന്താ, അവിടെ ഒരു
spark produce ചെയ്യും and also arc contactsന്റെ ഇടയിൽ contactsന് between ആയിട്ട് arc അവിടെ develop ചെയ്യും. The production of arc not only delays the current interruption process but it also generates enormous heat which may causes damage to the system or to the circuit breaker itself. ഈ ഒരു ആർക്കിന്റെ പ്രൊഡക്ഷൻ കാരണം നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിലെ കറണ്ട് ഇന്ററപ്ഷൻ പ്രോസസ്സിനെ മാത്രമല്ല ഡിലേ ആക്കുന്നത്, മറിച്ച് അവിടെ ഒരു എനോർമസ് ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനെയും സർക്യൂട്ട് ബ്രേക്കറിനെയും ഒക്കെ ഡാമേജ് ആക്കും. Therefore, the main problem in a circuit breaker is to extinguish the arc within the shortest possible time so that heat generated by it may not reach a dangerous value. ഇപ്പം നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിലെ നമ്മുടെ ആർക്കിനെ ഒരു ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിൽ നമ്മുടെ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അവിടുത്തെ ഹീറ്റ് ജനറേഷൻ നമുക്ക് കുറച്ചാൽ അതൊരു ഡേഞ്ചറസ് വാല്യൂയിലേക്ക് പോകുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ, next, that is arc phenomenon. When a short circuit occurs, a heavy current flows through the contacts of the circuit breaker before they are opened by the protective system. അതായത് നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അപ്പം സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സിൽ കൂടി, അതായത് ഫിക്സഡ് കോണ്ടാക്ട് ആൻഡ് മൂവിങ് കോണ്ടാക്ട്സിന്റെ ഇടയിൽ കൂടി ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട് ഫിക്സഡിന്റെയും മൂവിങ്ങിന്റെയും ഇടയിൽ കൂടി ഒരു ഹെവി കറണ്ട് ഫ്ലോ ചെയ്യും. At the instant when the contacts begin to separate, the contact area decreases rapidly and a large fault current causes increased current density and rise in temperature. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആവുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ നമ്മുടെ കോണ്ടാക്ട് ഏരിയ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. ആൻഡ് ആൾസോ ഈ ഒരു ലാർജ് ഫോൾട്ട് കറണ്ട് കാരണം നമ്മുടെ കറണ്ട് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ ഒരു ലാർജ് ഫോൾട്ട് കറണ്ട് കാരണം നമ്മുടെ കറണ്ട് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ആൾസോ റൈസ് ഇൻ ടെമ്പറേച്ചറും കൂടും. The heat produced in the medium between contacts is sufficient to ionize the air or vaporize and ionize the oil. ഓക്കെ, ഈ ഒരു ഹീറ്റിന്റെ ഒരു പ്രൊഡക്ഷൻ കാരണം, ഒരു ഹെവി ഹീറ്റ് കാരണം നമ്മുടെ കോണ്ടാക്ട്സിന്റെ ഇടയിലുള്ള മീഡിയം അയണൈസിങ് അല്ലെങ്കിൽ വേപ്പറൈസിങ് ചെയ്യും. മീഡിയം എന്ന് പറയുമ്പോൾ യൂഷ്വലി ദ മീഡിയം ഈസ് ഓയിൽ ഓർ എയർ. ഓക്കെ, അയണൈസിങ് ദ എയർ ഓർ വേപ്പറൈസ് ആൻഡ് അയണൈസ് ദ ഓയിൽ. ഓക്കെ, അപ്പം ഈ ഒരു ഹെവി ഹീറ്റ് ജനറേഷൻ കാരണം നമ്മുടെ കോണ്ടാക്ട്സിന്റെ ഇടയിലുള്ള മീഡിയം ionizing or vaporizing ചെയ്യും. The ionized air or vapor act as conductor and an arc is struck between the contacts. അപ്പം ഈ ഒരു അയണൈസിങ് എയർ അല്ലെങ്കിൽ വേപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ആൾസോ നമ്മുടെ കോണ്ടാക്ട്സ് ബിറ്റ്വീൻ ആയിട്ട് ഒരു ആർക്കും ഡെവലപ്പ് ചെയ്യും. The potential difference between the contacts is quite small and is just sufficient to maintain the arc. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്വൈറ്റ് സ്മോൾ ആണെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ സ്മോൾ ആണെങ്കിലും ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് ആർക്കിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. The arc provides a low resistance path and consequently the current in the circuit remains uninterrupted so long as the arc persists. അതായത് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ആണെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൽ ആർക്ക് പെർസിസ്റ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ സർക്യൂട്ടിൽ കറണ്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കും. Third point, during the arcing period, the current flowing between the contacts depends upon the arc resistance. The greater the arc resistance, the smaller the current that flows between the contacts. അപ്പം ആർക്കിംഗ് പീരീഡിൽ നമ്മുടെ കോണ്ടാക്ട്സിൽ കൂടി പോകുന്ന കറണ്ട് ഫ്ലോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആർക്ക് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, കറണ്ട് ഫ്ലോ ആർക്ക് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ആർക്ക് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കോണ്ടാക്ട്സിൽ കൂടി പോകുന്ന കറണ്ടിന്റെ ഫ്ലോ കുറയും. ഓക്കെ, ആർക്ക് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കുറയും. The arc resistance depends upon the following factors. First, that is degree of ionization. Second, that is length of the arc. And third,
that is cross section of arc. Degree of ionization വെച്ചാൽ the arc resistance increases with the decreases in the number of ionized particles between the contacts. അതായത് number of ionized particles കുറയുമ്പം arc resistance കൂടും. Then length of the arc. The arc resistance increases with the length of the arc. That is separation of the contacts. അതായത് കോണ്ടാക്ട്സ് തമ്മിലുള്ള സെപ്പറേഷൻ കൂടുമ്പോൾ ലെന്ത് കൂടത്തില്ലേ, ലെന്ത് കൂടുമ്പോൾ ആർക്ക് റെസിസ്റ്റൻസ് കൂടും. Then cross section of the arc. The arc resistance increases with the decrease in area of cross section of the arc. അപ്പം area of cross section decrease ചെയ്യുമ്പോൾ arc resistance increase ചെയ്യും. അപ്പം 3 factors ആണ് arc resistance നെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 factors ആണ്. First, that is degree of ionization, then length of the arc and cross section of the arc. Okay. Next, that is principles of arc extension. Before discussing the methods of arc extension, it is necessary to examine the factors responsible for the maintenance of arc between the contacts. These are, അപ്പോൾ നമ്മുടെ ആർക്കിന് കാരണമാകുന്ന 2 factors ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. First, that is potential difference between the contacts, then ionized particles between contacts. അതായത് രണ്ട് കോണ്ടാക്ട്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, then കോണ്ടാക്ട്സിന്റെ അവിടെയുള്ള ionized particles. ഇതാണ് 2 factors. Taking these in turn, first, when the contacts have a small separation, the potential difference between them is sufficient to maintain the arc. അപ്പം നമ്മുടെ കോണ്ടാക്ട്സ് തമ്മിൽ ഒരു സ്മോൾ സെപ്പറേഷൻ ആണെങ്കിൽ അവിടെയുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. Okay, one way to extinguish the arc is to separate the contacts to such a distance that potential difference become inadequate to maintain the arc. However, this method is impracticable in high voltage system where a separation of many meters may be required. അപ്പം നമ്മുടെ കോണ്ടാക്ട്സ് തമ്മിലുള്ള സെപ്പറേഷൻ കുറവാണ്, അവിടുത്തെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ആർക്കിനെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ് ഈ കോണ്ടാക്ട്സ് തമ്മിലുള്ള സെപ്പറേഷൻ കൂട്ടണം. ഓക്കെ, ഈ ഒരു കോണ്ടാക്ട്സ് തമ്മിലുള്ള സെപ്പറേഷൻ കൂട്ടുമ്പം അവിടെയുള്ളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇതാണ് one way to extinguish the arc. ഇതാണ് one method for extinguish the arc. ഈ ഒരു മെത്തേഡ് നമുക്ക് ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിലൊക്കെ ഇംപ്രാക്ടിക്കബിൾ ആണ്. ഓക്കെ, the ionized particles between the contacts tends to maintain the arc. If the arc path is demonized, the arc extinction will be facilitated. This may be achieved by cooling the arc or by bodily removing the ionized particles from the space between the contacts. അതായത് കോണ്ടാക്ട്സിന്റെ അവിടെയുള്ള അയണൈസ്ഡ് പാർട്ടിക്കിൾസ് കാരണം ഒരു ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ആർക്കിനെ കൂളിങ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള അയണൈസ്ഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് അൺഅയണൈസ്ഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ റിപ്ലേസ് ചെയ്യണം. ഇതാണ് 2 മെത്തേഡ്സ്. ഇതാണ് ആർക്ക് എക്സ്റ്റൻഷന്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ്, that is methods of arc extension or interruption or quenching. There are 2 methods of extinguishing the arc in circuit breaker. The first, that is high resistance method. The second, low resistance or current zero method. High resistance method. In this method, the arc resistance is made to increase with time so that the current is reduced to a value is insufficient to maintain the arc. Consequently, the arc is interrupted or the arc is extinguished. അപ്പം ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് മെത്തേഡിൽ നമ്മുടെ ആർക്ക് റെസിസ്റ്റൻസ് നമ്മൾ പെട്ടെന്ന് കൂട്ടും. അപ്പോൾ ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ നമ്മുടെ കറണ്ട് അവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ആർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കറണ്ട് കുറയുമ്പോൾ നമുക്ക് ആർക്കിനെ സഫീഷ്യൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ കൺസിക്വൻലി നമുക്ക് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്തെന്ന് പറയാം, ഓർ ദ കറണ്ട് ഈസ് ഇൻറ്ററപ്റ്റഡ്. The principal disadvantage of this method is that the enormous energy is dissipated in the arc. Therefore, it is employed only in DC circuit breaker and low capacity AC circuit breakers. ഈ ഒരു മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ
ഇവിടെ എനോർമസ് ആയിട്ടുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മുടെ DC സർക്യൂട്ട് ബ്രേക്കറിലും ലോ കപ്പാസിറ്റി AC സർക്യൂട്ട് ബ്രേക്കറിലുമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. The resistance of the arc may be increased by resistance increase ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, lengthening the arc. Second, cooling the arc. Third, reducing the area of cross section of the arc. Fourth one, that is splitting the arc. First, lengthening the arc. The resistance of the arc is directly proportional to its length. നമുക്കറിയാം R is equal to rho into L by A. ഇപ്പം റെസിസ്റ്റൻസ് ലെന്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. Okay, directly proportional ആണ്. The length of the arc can be increased by increasing the gap between contacts. അപ്പം കോണ്ടാക്ട്സ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുമ്പോൾ ലെന്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. Second, cooling the arc. Cooling help in the deionization of the medium between the contacts. This increases the arc resistance. ഇപ്പം കൂളിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആർക്ക് റെസിസ്റ്റൻസ് കൂടും. Third, reducing the area of the cross section. If the area of the cross section of the arc is reduced, the voltage necessary to maintain the arc is increased. In other words, the resistance of the arc path is increased. The cross section of the arc can be reduced by letting the arc pass through a narrow opening or by having smaller area of contacts. അപ്പം area of the cross section കുറയുമ്പം നമ്മുടെ അവിടെ സഫീഷ്യൻ്റ് ആയിട്ട് ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വോൾട്ടേജ് കൂടും. ഓക്കെ, ഇൻ അതർ വേർഡ്സ് നമുക്കറിയാം ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ കുറയുമ്പം ആർക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഇസ് R is equal to rho into L by A. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പം നമ്മുടെ resistance of the arc path increase. Then splitting the arc. The resistance of the arc can be splitting the arc into number of smaller arc in series. അപ്പം നമ്മുടെ ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് ആർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം 4 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ദാറ്റ് ഇസ് ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീറോ കറണ്ട് മെത്തേഡ് അല്ലെങ്കിൽ കറണ്ട് സീറോ മെത്തേഡ്. Second method. This method is employed for arc extinction in AC circuit only. ഈ ഒരു മെത്തേഡ് നമുക്ക് AC സർക്യൂട്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റൂ. In this method, the arc resistance is kept low until current is zero, where the arc extinguishes naturally and is prevented from restriking in spite of the rising voltage across the contact. അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മുടെ കറണ്ട് സീറോ ആകുന്ന ടൈമിൽ AC സർക്യൂട്ടിൽ നമ്മുടെ കറണ്ട് സീറോ ആകുന്ന ടൈമിൽ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. ആർക്ക് നാച്ചുറലി എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. കറണ്ട് സീറോ ആകുന്ന ടൈമിൽ ആർക്ക് AC സർക്യൂട്ടിൽ നാച്ചുറലി എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. All modern high power AC circuit breaker employ this method for arc extinction. In an AC system, the current drops to zero after every half cycle. At every current zero, the arc extinguished for a moment. അപ്പം AC സിസ്റ്റത്തിൽ നമുക്കറിയാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റത്തിൽ നമുക്കറിയാം ഓരോ ഹാഫ് സൈക്കിളിലും കറണ്ട് സീറോ ആവും അല്ലേ. ഓരോ ഹാഫ് സൈക്കിളിലും കറണ്ട് സീറോ ആവും. ഒരു സിനുസോയ്ഡൽ വേവ് അല്ലേ. അപ്പം ഓരോ ഹാഫ് സൈക്കിളിലും കറണ്ട് സീറോ ആവും നമുക്കറിയാം. അറ്റ് എവറി കറണ്ട് സീറോ നമ്മുടെ ഓരോ മൊമെന്റിലും കറണ്ട് സീറോ ആവുന്ന ഓരോ മൊമെന്റിലും ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കറണ്ട് സീറോ മെത്തേഡ് അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് AC സർക്യൂട്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, now the medium between the contacts contain ions and electrons so that it has small dielectric strength and can be easily broken down by the rising contact voltage known as restriking voltage. അപ്പം രണ്ട് കോണ്ടാക്ട്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് സച്ച് എ ബ്രേക്ക് ഡൗൺ ഒക്കർ, ദ ആർക്ക് വിൽ പെർസിസ്റ്റ് ഫോർ അനദർ ഹാഫ് സൈക്കിൾ. ഇഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കറന്റ് സീറോ, ദ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ കോണ്ടാക്ട്സ് ഈസ് ബിൽറ്റ് അപ്പ് more rapidly than voltage across the contacts. The arc fails to restrike and the current will be interrupted. അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ അവിടെ ഉണ്ടാകുമ്പം അനദർ ഹാഫ് സൈക്കിൾ വരെ നമ്മുടെ ആർക്ക് അവിടെ പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം പെട്ടെന്ന് നമ്മുടെ കറണ്ട് സീറോ ആകുന്ന ടൈമിൽ
നമ്മുടെ കോണ്ടാക്ട്സിന്റെ അവിടെയുള്ള മീഡിയത്തിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് നമ്മുടെ കോണ്ടാക്ട്സിന്റെ വോൾട്ടേജിനെക്കാട്ടി കൂടും. കോണ്ടാക്ട്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെക്കാട്ടി കൂടും. സോ ആർക്ക് അവിടെ റീസ്ട്രൈക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും ആൻഡ് ആൾസോ ദ കറന്റ് വിൽ ബി ഇന്ററപ്റ്റഡ്. ഓക്കെ, ദ റാപ്പിഡ്, അതായത് ഒന്നുമില്ല, പെട്ടെന്ന് കറണ്ട് സീറോ ആകുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ട്സിന്റെ അവിടെയുള്ള ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയത്തിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടും. എന്തിനെക്കാട്ടി? കോണ്ടാക്ട്സിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെക്കാട്ടി കൂടും. സോ നമ്മുടെ ആർക്ക് അവിടെ റീസ്ട്രൈക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും ആൻഡ് ആൾസോ കറന്റ് വിൽ ബി ഇന്ററപ്റ്റഡ്. The rapid increase of the dielectric strength of the medium near current zero can be achieved by first causing the ionized particles in the space between the contacts to recombine into the neutral molecule. നമ്മുടെ ionized particles neutral molecule തമ്മിൽ recombine ചെയ്യും. Second, sweeping the ionized particles away and replacing them by unionized particles. അതായത് അയണൈസ്ഡ് പാർട്ടിക്കിൾസിനെ മാറ്റിയിട്ട് നമ്മൾ അൺഅയണൈസ്ഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. Therefore, the real problem in AC arc interruption is to rapidly deionize the medium between contacts as soon as the current becomes zero, so that the rising contact voltage or restriking voltage cannot break down the space between contacts. The deionization of the medium can be achieved by the first step, that is lengthening of the gap, then high pressure, then cooling and blast effect. First, lengthening of the gap. The dielectric strength of the medium is proportional to the length of the gap between contacts. Therefore, by opening the contacts rapidly, higher dielectric strength of the medium can be achieved. അപ്പം നമ്മുടെ ലെങ്ത് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ കോണ്ടാക്ട്സ് തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ ഡയലക്ട്രിക് ലെങ്ത് കൂടും. സോ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം, ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, കോണ്ടാക്ട്സ് തമ്മിലുള്ള സെപ്പറേഷൻ കൂട്ടുമ്പോൾ ലെങ്ത് കൂടും. സോ അങ്ങനെ നമുക്ക് ഡയലക്ട്രിക് സ്ട്രെങ്ത് അവിടെ കൂട്ടാനായിട്ട് പറ്റും. Second, that is high pressure. If the pressure in the vicinity of the arc is increased, the density of the particles constituting the discharge also increases. From pressure കൂടുമ്പോൾ നമ്മുടെ density of the particles increase ചെയ്യും. The increased density of the particle causes higher rate of deionization and consequently the dielectric strength of the medium between contacts is increased. ഇപ്പോൾ നമ്മുടെ density of the particles increase ചെയ്യുന്നത് കാരണം higher rate of deionization നടക്കാം. So നമ്മുടെ dielectric strength of the medium increase ചെയ്യും. Then cooling. Natural combination of ionized particles take place more rapidly if they are allowed to cool. Therefore, the dielectric strength of the medium between the contacts can be increased by cooling the arc. അപ്പം കൂളിംഗ് പ്രോസസ്സ് വഴി നമ്മുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Fourth one, that is blast effect. If the ionized particles between the contacts are swept away and replaced by unionized particles, the dielectric strength of the medium can be increased considerably. This can be achieved by a gas blast directed along the discharge or by forcing oil into the contact space. ഇപ്പോൾ നമ്മൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അയണൈസ്ഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ മാറ്റിയിട്ട് അൺഅയണൈസ്ഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് this can be achieved by a gas blast directed along the discharge or by forcing oil into the contact space. Okay, ഇതാണ് 4 factors for achieving the deionization of the medium. Okay, 4 factors. Okay, അപ്പം നമ്മൾ ഇന്ന് സർക്യൂട്ട് ബ്രേക്കർ then arc phenomenon ഇത് ഇത്രയാണ് നോക്കിയത്. Okay, thank you.